ഇല്ല, അടുത്തത്. അയ്യോ, ഇത് ഭയങ്കരമാണ്. അയ്യോ, എന്റെ തണ്ണിമത്തൻ. ശ്രേഷ്ഠം. ഇപ്പോൾ ഞാൻ ഇത് വൃത്തിയാക്കണം. അയ്യോ, ക്ഷമിക്കണം മിസ്റ്റർ ജാഗർ, എല്ലാം പാടുപോയി. ഞാൻ വളരെ ക്ഷമിക്കണം. ഹുഹ്, ഇത് എന്താണ്? ആ, അലക്സ്. എന്താണ് സംഭവിക്കുന്നത്? ഡാഷ്, അവിടെ നോക്കൂ. പാക്മാൻ വീട്ടിൽ ഇല്ല. ദാശ, നമുക്ക് ഓടണം. ആയ്, ദാശ, എനിക്ക് ഒരു ആശയമുണ്ട്. നമുക്ക് ഒരു അഭയം നിർമ്മിക്കാം. ശ്രേഷ്ഠമായ ആശയം, അലക്സ്. വരൂ, ഞങ്ങളെ പിടിക്കൂ. നമുക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. നോക്കൂ, ഒരു കേക്ക്. ഓ, അവർ കേക്കിൽ ശ്രദ്ധ തിരിക്കാം. നമുക്ക് ഓടാം. അതെ. അകത്ത് എന്താണ് എന്ന് നോക്കാം. ശരി, പക്ഷേ വേഗത്തിൽ. ഓ, ചുവന്ന പന്തുകൾ. പാക്മാനെ നിർത്താൻ ഈ പന്തുകൾ താഴേക്ക് എറിയാം. ചുവന്ന പന്തുകൾ, നീല പന്തുകൾ. അവസാനത്തേത് കറുത്ത പന്തുകൾ. അവർക്ക് ഇപ്പോൾ ഞങ്ങളെ പിടിക്കാൻ കഴിയില്ല. അലക്സ്, മറയൂ. ഇല്ല, നമുക്ക് പ്രതിരോധിക്കണം. ശരി. ദാശ, നീ തിരികെ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ വളരെ ഭയപ്പെടുന്നു. ദാശ, എനിക്ക് നിന്റെ സഹായം വേണം. അയ്യോ, എന്റെ വാൾ നഷ്ടപ്പെട്ടു. ജാൻ വരുന്നു. നന്നായി ദാശ, നന്ദി, നീ എന്നെ രക്ഷിച്ചു. അതെ, ഇപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ശരി, നമുക്ക് പുറത്തു കളിക്കാം. ദാശ, ഓടൂ, കൂടുതൽ പാക്മാൻസ്. ഓ മനുഷ്യ, നീ എന്ത് ചെയ്യും? ദാശ്, ചിന്തിക്കേണ്ട അലക്സ്, എനിക്ക് ഒരു ആശയമുണ്ട്. എനിക്ക് ഒരു പിക്കാക്സ് വേണം. ഹാ, നമുക്ക് ചെയ്തു. ഇപ്പോൾ ഈ നില ലാവയാണ്. പിടിച്ചു. അയ്യോ അയ്യോ, പാവം പാക്മാൻ. പാക്മാൻ. ഇനി എനിക്ക് ഇത് വേണ്ട. ദോഷ, അലക്സ്, ഉച്ചഭക്ഷണ സമയം. ഇല്ല മുത്തശ്ശി, ഇല്ല.
കളിപ്പാട്ട ബോക്സ് നോക്കൂ. ഇവ നോക്കാം. വാവ, ഇത് എന്താണ്? ഹലോ, ഹായ്. ഹലോ സുഹൃത്തുക്കളെ, ഇത് വളരെ ക്യൂട്ടാണ്. നാം എവിടെയാണ്? ഒരു ആശയം. നമുക്ക് ഒരു ഡോൾ ഹൗസ് ഉണ്ടാക്കാം. അതെ, ഇത് എന്റെ പുതിയ പിങ്ക് ലബുബുവിന് അനുയോജ്യമായ വീട് ആയിരിക്കും. ഇല്ല, ഇത് എന്റെ നീല ലബുബുവിന് അനുയോജ്യമായ വീട് ആയിരിക്കും. ഇല്ല, അത് എന്റേതാണ്. ഇല്ല, അത് എന്റെ ലബുബുവിന്റെ വീടാണ്. വാവ, നമുക്ക് 2 വീടുകളുണ്ട്. ഇവ എനിക്ക് വളരെ ക്ഷമിക്കണം. എന്നെന്താണ് പറ്റിയതെന്ന് എനിക്ക് അറിയില്ല. കുട്ടികളെ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുന്നത് വളരെ പ്രധാനമാണ്. അതെ, എനിക്കും ക്ഷമിക്കണം സ്റ്റെഫി. നമുക്ക് പരസ്പരം ബഹുമാനിക്കണം. ഇവ എനിക്ക് ഒരു കെട്ടിപ്പിടിക്കൽ വേണം. വീണ്ടും സുഹൃത്തുക്കൾ. എന്റെ വീട് നീല നിറത്തിൽ പകർത്താനുള്ള സമയം. നീല എന്റെ പ്രിയപ്പെട്ട നിറമാണ്. യുബു, ഓടൂ. എന്റെ വീട് പിങ്ക് നിറത്തിൽ പൂട്ടാനുള്ള സമയം. അത് നോക്കൂ. എനിക്ക് പിങ്ക് നിറം ഇഷ്ടമാണ്. എല്ലാം തുല്യമായി പടർത്തണം. അതിനാൽ അത് മനോഹരമായി കാണപ്പെടും. അദ്ഭുതം, സൂപ്പർ. ഈ മൃദുവായ വസ്തു ഉപയോഗിച്ച് ഒരു മൃദുവായ മേൽക്കൂര ഉണ്ടാക്കാം. ഈ ലോഗോ എന്റെ പിങ്ക് വീട്ടിൽ വെക്കാം. ഇവിടെ. ഇത് എങ്ങനെയുണ്ട് എന്ന് പറയൂ. ഇപ്പോൾ എന്റെ മേൽക്കൂരയ്ക്ക് മൃദുവായ വസ്തു ഉപയോഗിക്കാൻ എന്റെ തവണ. യേയ്, ഒരു നീല ലോഗോയും. നിന്റെ നീല വീട് നോക്കൂ. നിനക്ക് ഇത് ഇഷ്ടമാണോ? അതെ. നമ്മുടെ മുറ്റം സുഖകരമാക്കാനും ഈ പിങ്ക് വേലി ചേർക്കാനും സമയം. ഇങ്ങനെ. ഈ പിങ്ക് ഗാരേജ് ഇവിടെ വെക്കാം. ഇത് എന്റെ ഗാരേജ് ആണ്. ഇപ്പോൾ മേൽക്കൂര വെക്കാം. കാർ ഇല്ലാതെ ഗാരേജ് എന്താണ്? ഇവിടെ വരൂ. എന്തൊരു കൂളായ കാർ. എന്റെ നീല ലബുബുവിനായി ഒരു DIY ട്രാംപോളിൻ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു പൂർണ്ണവൃത്തം ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്ക് മധ്യഭാഗം പുറത്തേക്ക് തള്ളണം. ഇപ്പോൾ നമുക്ക് തുണി ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് ടേപ്പിൽ മൂടണം. ഇപ്പോൾ നമുക്ക് ഇത് ഒട്ടിക്കാം. അവസാനത്തേത് എന്റെ DIY ട്രാംപോളിൻ നോക്കൂ. എനിക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഇഷ്ടമാണ്. നിങ്ങൾക്കോ? എനിക്ക് അറിയാം. നാം പിങ്ക് സ്ട്രോ ഉപയോഗിച്ച് ഒരു DIY സ്വിംഗ് ഉണ്ടാക്കും. ഇവിടെ കുറച്ച് ഗ്ലൂ ചേർക്കാം. ഒന്നാം നിലയിലെ ലിവിംഗ് റൂം അലങ്കരിക്കാനുള്ള സമയം. എന്റെ ലബുബുവിനായി ഒരു മൃദുവായ സോഫ് ഉണ്ടാക്കാം. സോഫ് കൂട്ടിച്ചേർക്കാനുള്ള സമയം. ഇവിടെ ഒരു പിങ്ക് പായ വെക്കാം. ഇത് എങ്ങനെ ആയെന്ന് നോക്കൂ. സോഫയുടെ അടുത്ത് കോഫി ടേബിൾ, സംഗീത പാഠങ്ങൾക്കായി ഒരു പിയാനോ. എനിക്ക് പിയാനോയുടെ ശബ്ദം ഇഷ്ടമാണ്. ഒരു സ്റ്റാൻഡും ഒരു ടിവിയും ഒരു വിളക്കും. ചില പോസ്റ്ററുകളും ഒരു ഘടികാരവും ഒരു ഡിസ്കോ ബോളും മുറിയിൽ. എന്റെ ലിവിംഗ് റൂം എത്ര മനോഹരമാണെന്ന് നോക്കൂ. എനിക്ക് ഇത് ഇഷ്ടമാണ്. എന്നാൽ എങ്ങനെ? ജാനും ഒരു പായ വെക്കും.
എന്റെ ചെറിയ ലാബുബുവിന് ഒരു സമ്മാനം. കുട്ടികൾ, പക്ഷേ വളരെ കുറച്ച് മാത്രം. വളരെ കൂടുതലായാൽ നിങ്ങളുടെ മനോഹരമായ പല്ലുകൾക്ക് മോശമായിരിക്കും. രണ്ടാം നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? കൂട്ടുകാരെ, തീർച്ചയായും നമ്മൾ ഒരു അടുക്കള നിർമ്മിക്കണം. എന്റെ പിങ്ക് ലാബുബു വിശന്നിരിക്കുന്നു. നിന്റെ ഭക്ഷണം ആസ്വദിക്കൂ ലാബുബു. സ്റ്റെഫി, എന്റെ അടുക്കള നോക്കൂ. നിനക്ക് വിശക്കുന്നുണ്ടോ? അവോ എന്റെ ലാബുബു ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് വളരെ ക്യൂട്ടാണ്. ഹേ ലാബുബു, നിന്റെ ശീലങ്ങൾ ശ്രദ്ധിക്കൂ. ശീലങ്ങൾ പാലിക്കൂ, അത് വളരെ പ്രധാനമാണ്. അവ വളരെ നന്നായി മാറിയെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ചില കമ്പളങ്ങളും തലയണകളും ചേർക്കാം. ഞാൻ നിർമ്മിച്ച എന്റെ DIY കിടക്ക നിനക്ക് ഇഷ്ടമാണോ? മോശമല്ല, പക്ഷേ എനിക്ക് എന്റെ സ്വന്തം കിടക്കയുണ്ട്. ഇത് ഒരു നല്ല സ്ഥലം. എന്റെ വിനോദമുറിയിൽ ഞാൻ ഇടാൻ പദ്ധതിയിടുന്നത് ഇതാണ്. മഹാനായ ആശയം. എന്റെ കിടപ്പുമുറിയിലെ വെളിച്ചത്തിനും മായാജാല അന്തരീക്ഷത്തിനും ഇത് പിങ്ക് ലാബുബുവിന് ഒരു ക്യൂട്ട് വസ്ത്രം തിരഞ്ഞെടുക്കാം. എന്റെ നീല ലാബുബുവിന് ഒരു ക്യൂട്ട് വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള സമയം. ഇപ്പോൾ എന്റെ ലാബുബു വിശ്രമിക്കുകയും ആശ്വസിക്കുകയും ചെയ്യാൻ പിങ്ക് ലൗഞ്ചർ യാർഡിൽ ചേർക്കാനുള്ള സമയം. എന്റെ ലാബുബു ബാസ്കറ്റ്ബോൾ പോലുള്ള സജീവമായ കളികൾ ഇഷ്ടപ്പെടുന്നു. വരൂ, നിങ്ങളുടെ പിങ്ക് ലബുബുവിനെ കൊണ്ടുവരൂ. ഞങ്ങൾ വളരെ രസകരമായി കളിക്കുന്നു. ഓ ഇവ, അത് വളരെ അത്ഭുതകരമായി തോന്നുന്നു. ഒരുമിച്ച് കളിക്കുകയും ഒരു ടീമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എല്ലാം മെച്ചപ്പെടുത്തുന്നു. നീ ശരിയാണ്. ഇവ പങ്കുവയ്ക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് കളിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യാം. മഹാനായ ആശയം, ഞാൻ സമ്മതിക്കുന്നു. മറിയ, നീ അലക്സിനൊപ്പം കളിക്കാമോ? എനിക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്. ശരി അമ്മുമ്മ. മറിയ, എനിക്ക് വിശക്കുന്നു. ഒരു മിനിറ്റ് കാത്തിരിക്കുക, ഞാൻ നിനക്കായി എന്തെങ്കിലും കൊണ്ടുവരാം. നന്ദി മറിയ. ജാൻ ഒരു മിനിറ്റ് പുറത്തേക്ക് പോയി. അവൻ എവിടെ പോയി?
എവിടെയുണ്ട്? അലക്സേ, അലക്സേ. മറിയ, എന്താണ് സംഭവിച്ചത്? നീ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖിതയാകുന്നു? എന്റെ സഹോദരൻ കാണാനില്ല. ചിന്തിക്കേണ്ട, നിന്റെ സഹോദരനെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കും. വാസ്തവമായോ? അതെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നന്ദി ഓഫീസർ, നമുക്ക് പോകാം. ഒരു മിനിറ്റ് കാത്തിരിക്കുക. ഇത് എനിക്ക് വളരെ അതിരുവിടലാണ്. ഇത് വളരെ പഴയതാണ്. ഇതാണല്ലോ ഏറ്റവും അനുയോജ്യം. നിങ്ങളുടെ വിവരങ്ങൾക്ക് നന്ദി. മറിയ തന്റെ സഹോദരനെ നഷ്ടപ്പെടുത്തി. നമുക്ക് അവനെ എങ്ങനെ കണ്ടെത്താം? അതെ, എന്നെ സഹായിക്കൂ. ആദ്യമായി നമുക്ക് ഒരു കാണാതായ ഫ്ലെയർ പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് അലക്സിനെ അവസാനമായി കണ്ട സ്ഥലത്തെ പരിശോധിക്കാം. നമുക്ക് പോകാം. ശരി, നമുക്ക് പോകാം. അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ആരാണ് അലക്സിനെ കണ്ടത്? നീ അല്ലെങ്കിൽ നീ ഷായദും നീ. ദുർഘടമായി അത് അലക്സ് അല്ല. ഇവിടെ ഇല്ല. ഇത് അലക്സ് ആയിരിക്കുമോ? ഇവിടെ ഇല്ല. അവിടെ നോക്കൂ. അത് ഒരു കളിപ്പാവയാണ്. എന്തൊരു ദുർഗം. അത് അലക്സ് അല്ല. ഇത് അലക്സ് ആയിരിക്കുമോ? ഇവാൻ, നീ എന്താണ് ചെയ്യുന്നത്? അയ്യോ, എനിക്ക് തടയാനായില്ല. നമുക്ക് അലക്സിനെ കണ്ടെത്തണം. പോവാം.
ശരിയാണോ? ഞാൻ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. അലക്സേ അലക്സേ. അലക്സേ അവസാനം മനസ്സിലായി, അലക്സ് എല്ലായ്പ്പോഴും ഇവിടെ തന്നെയായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും നഷ്ടപ്പെട്ടാൽ വീണ്ടും ആ സ്ഥലത്ത് തിരിച്ചു വന്ന് ശ്രദ്ധയോടെ പരിശോധിക്കുക.